ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറെ കാലമായി ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു കാരണങ്ങളുണ്ട്. അതെന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ്, വ്ലോഗ് എടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണെങ്കിൽ മഴയും പെയ്യും. പെട്ടെന്നൊരു മഴ. ഈ ക്ലാസ്സിൽ തിരിച്ചു വരുമ്പോഴാണ് കുട നനയുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഈ ക്ലാസ്സിലാവുമ്പോൾ കുട നനഞ്ഞു, അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയാണ് മറ്റാൾക്ക്. 10ാം ക്ലാസ്സിലെ കുടയാണ് ഗൈസ്. മൂട് പോയി രാവിലത്തെ. ഇതേപോലെ മഴയത്ത് കുട നനയണത് മടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനൊന്ന് സ്പീഡാക്കിയത് ഇന്ന് നടക്കാം, പക്ഷേ പകുതി വഴി എത്തിയപ്പോൾ മഴ പെയ്തു. പിന്നെ മഴക്കല്ലേ കോളേജിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി നമ്മൾ കോളേജിലെത്തിയപ്പോൾ ക്യാൻറ്റീൻ കണ്ടപ്പോഴേ കൂട്ടത്തിൽ ഒരാൾ ചായ സ്പോൺസർ ചെയ്തു. ഓസി ആണെങ്കിലും നമ്മൾ ആഗ്രഹങ്ങൾ പറയണതിന് പൈസ വേണ്ടല്ലോ. എനിക്ക് ചായ വേണ്ട, എനിക്ക് ബൂസ്റ്റ് മേടിച്ചു. ഓൾക്കാണെങ്കിൽ സമ്മതം. അങ്ങനെ ഞാൻ ഹാപ്പിയായി ബൂസ്റ്റ് ഒക്കെ കുടിച്ച് ക്ലാസ്സിൽ പോയി. കോളേജിൽ നിന്ന് നേരത്തെ വിടുന്നുള്ളത് നമുക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ കോളേജിൽ മനസ്സിൽ വേറെ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ പോയത്. കുട്ടികളൊന്നും കുറവാവുന്നു ഞങ്ങൾക്ക് മനസ്സിൽ നല്ല ഉറപ്പുണ്ട്. ഇതാണ് ഞങ്ങളെ വിശാലമായ ക്ലാസ്. ഈ ബെഞ്ചും ഡെസ്ക് കണ്ടാൽ ക്ലാസ് നിറച്ച് കുട്ടികൾ. ആകെ ഈ ബെഞ്ചും ഡെസ്കിൽ പകുതി ഇരിക്കാനുള്ള കുട്ടികളെ ക്ലാസ്സിലുള്ള ആൾക്കാർ ചോദിക്കണേ നൗറ എവിടെ. ഇതാണ് നൗറ. അവർക്കിപ്പോൾ വീഡിയോയിലൊക്കെ വരാൻ ഒരു മടിയാണ്. ഇത് റെസ്റ്റ് റൂം. ഗൈസ്, ഞങ്ങളെ ഈ ഗ്യാങ് വരാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഇത് 2 പീരീഡ് ആകുമ്പോഴത്തേനും എന്തായാലും ക്ലാസ് കേൾക്കാറല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം തന്നെ കഴിയും. അപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പം അതിനാണ് എല്ലാവരും വന്നത്. സോ നമ്മളെ മൊബൈൽ വരും. ആൾ വൈകിക്കണം, ആളൊന്നും വൈകും. ഇവിടെയാണ് ഞങ്ങളെ സീറ്റ്. ഞങ്ങൾ ഈ ലാസ്റ്റ് ബെഞ്ചേഴ്സാണ്. ഈ ലാസ്റ്റ് ബെഞ്ചിരിക്കണ സുഖം വേറെ എവിടെ നിന്നും കിട്ടില്ല. സംഭവം ഈ ഫ്രണ്ടിൽ വേറെ ആരും ഇല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ബെഞ്ചിരിക്കണ ഫീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ ക്ലാസ്സിൽ ഏകദേശം ഈ പകുതി ബെഞ്ചിലുള്ള കുട്ടികൾ തന്നെ ഉണ്ടാവുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. ഈ ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്ന സംഭവമാണ് ചിരിക്കുക. കണ്ട ഗായ്സ്, എന്തൊരു സുഖം. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പീരീഡ് ക്ലാസ് കയറി നമ്മൾ ചപ്പ ക്ലാസ് എടുക്കും. നോട്ട് എടുക്കുക, പ്രോബ്ലം ചെയ്യുക, പെണ്ണെടുക്കുക, സ്കെയിൽ എടുക്കുക, കാൽക്കുലേറ്റർ കൊണ്ടുവരാറാ, പെണ്ണ് കൊണ്ടുവരാ ഉള്ളു ഇതാവും. പക്ഷെ ഇപ്പം എന്തോ ഒരു സുഖം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എന്തായാലും ഒരു പരിപാടി ഉണ്ട് ലാസ്റ്റ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ്, ഈ ഒരു മെഹന്തി എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ്, മിസ് വന്നു ആകെ പെട്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിയാനാകുമ്പോഴത്തേ നമ്മൾ മുബഷിർ വന്നു. മിസ്സിനെ സയൻസ് വരും. സോറി മിസ്. ആ മിഠായി എടുക്കോ? ആ മിഠായി എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സമാധാനമായി. ഞാനാ കണ്ട ഇതിൻ്റെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പണം. കാശിതാ ഒരു രൂപയുടെ നോട്ട് ശേഖരിച്ച് വെക്കാൻ കേട്ടോ. ആരുടെങ്കിലും ഇനി 1 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ കുറേറായിട്ട് മൊബൈലൊക്കെ അയക്കാണ്ടാവും. ഫസ്റ്റ് പീരീഡ് ക്ലാസ് ഇപ്പോൾ സെക്കൻഡ് പീരീഡ് മിസ് വന്നു. ഞങ്ങൾ വിചാരിച്ചത് ഇതല്ല. ഞങ്ങൾ വിചാരിച്ചത് ഫസ്റ്റ് പീരീഡ് ക്ലാസ് കഴിഞ്ഞു. ഇവിടെ പറഞ്ഞ എല്ലാം ശരിയാണ്. ഞാൻ ശരികൾ മാത്രം പറയാം. പക്ഷെ എന്നാലും ഫിൽറ്റർ ഇടണമെന്ന് എന്തായാലും ഇടാം. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ബസ്സൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റ് പോണത് നെക്സ്റ്റ് വീക്കാണ് കേട്ടോ. വെറുതെ രസമല്ലേ, കയറിയിട്ട് കാണിക്കാം. ഗൈസ്, നട്ട്സൊക്കെ വെച്ച് നോക്ക്. എന്താണിത്? നെസ്റ്റോ എന്താണ് ഗൈസ്? 199 രൂപേൻ്റെ ഡ്രീം കേക്ക്. ഗൈസ്, ബഷീറൊക്കെ ഇഷ്ടമുള്ള സാധനം കണ്ട്. ബഷീറ മേടിച്ച ഏറ്റൊന്ന് കുഴപ്പമില്ല എന്നൊക്കെ. പൈസ ഇല്ലെങ്കിലും കമ ഇതൊക്കെ കണ്ടാൽ ആർക്കാ മേടിക്കാൻ തോന്നാത്തത്? എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്കത് വേണോ? മതി, അത് മാത്രം മതിയാ. ഈ യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ടോ എല്ലാവർക്കും മനസ്സിലായി. ഏണിങ്സ് കിട്ടിയാലേ ഓർഡർ. അടിപൊളി. ഇതൊക്കെ എന്തിനാടി വെറുതെ എടുക്കണേ? ഇതെന്താ സംഭവം ശരിക്കും? കുട്ടികൾ കളിക്കണ മാത്രമടി. തുറക്കണ്ട കേട്ടോ, സീനാണ്. നമുക്ക് നൗറിനെ ഉപേക്ഷിച്ച് എവിടെന്നെങ്കിലും കിട്ടണം. അതിനെടുക്കാൻ പോവണേ.
അങ്ങനെ അവസാനം അവരെ കണ്ടുമുട്ടി ഗൈസ്. ചട്ടി പൊട്ടിയാൽ ഒരു രൂപ പോലും കൊടുക്കാനില്ല. എഴുതുന്ന സീനാട്ടങ്ങൾ എന്താ പിടിച്ചളിക്കണേ. ഫൈനലി ഞങ്ങൾക്ക് എന്താണ് ഡ്രീം കേക്കിന്റെ പൈസ അവിടുന്ന് ഇവിടത്തൊക്കെ സെറ്റ് ആയി. ഞങ്ങൾ കഴിക്കാൻ പോവാ. അൺഎക്സ്പെക്ടഡ് എന്താണ് അതായിട്ട് നമുക്ക് പല കാര്യങ്ങളും നടക്കും. ഗായ്സ് ഇവർക്ക് എന്താ ഇത് നോക്കട്ടെ. ഇനിയിപ്പോ തല്ലായി. നിങ്ങളിത് എടുക്കോ? എടി ഓണർമാരെ നമ്മൾ ഓടിക്കും. ഈ ഒരു ഏരിയ കഴിച്ചിലാവാൻ പെട്ട പാട് പഠിച്ചോനെ. ഒരു മാത്രല്ല ഞാൻ എന്തായാലും ആ ഒരു ഏരിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അതെന്തായാലും ഈ നെസ്റ്റോന്റെ ഓണർമാർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അത്രക്കും ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതേപോലെ എന്റെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യുന്ന 2-3 ആൾക്കാരുണ്ട്. താങ്ക് യു. ഈ കമന്റ് ഒക്കെ കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നല്ല സന്തോഷമാവട്ടെ. പിന്നെ ഓരോരോ ഏരിയയിലൊക്കെ പോയി സാധനങ്ങൾ ഇപ്പൊ എടുക്കുന്നുള്ള രീതിക്കാണ് ഓരോരുത്തരുടെ ആക്ഷൻ. റിയാലിറ്റി 0%, ആക്ഷൻ 100% ആണ് കേട്ടോ ഗൈസ്. ഇനി ഞങ്ങൾ ഡ്രീം കേക്ക് എടുക്കാൻ പോകണം ഗൈസ്. ഇത്രപോലെ സാധനങ്ങളാണ്. യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടൊക്കെ മേടിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു യൂട്യൂബ് ഉണ്ട്, ഞാനും ഉണ്ട്. വെക്കാം. ബ്രോണിയാണത്. എത്ര റേറ്റ്? 150 രൂപ. അവസാനം ഫൈനലി ഞങ്ങൾ ഡ്രീം കേക്ക് മേടിച്ചു ഗൈസ്. ഇത് കഴിക്കട്ടെ. യെസ് ഗൈസ്. തലമ്പൊടിയായി. എങ്ങനെയുണ്ട്? ഇനി തിന്നുന്ന സമയത്ത് വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ ഇവര് തിന്ന് തീർക്കും. തിന്നു കഴിഞ്ഞിട്ട് കാണാം. ഈ ഡ്രീം കേക്കിന്റെ പൈസ എങ്ങനെയാണെന്ന് അറിയോ? സെറ്റാക്കി ജീപ്പുള്ള എല്ലാവർക്കും. എന്നിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ കിട്ടിയൊക്കെ കൂടി സെറ്റാക്കിയിട്ടാണ് ഈ ഒരു ഡ്രീം കേക്ക് മേടിച്ചത്. ഞങ്ങൾ എല്ലാവരുടെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്. അത് ഇതിനൊന്നല്ല. അതേ വീഡിയോ തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞു ഒരു പ്ലാനിങ് ഉണ്ടെന്ന്. ആ ഒരു പ്ലാനിന് എടുത്ത് വെച്ച പൈസ ആണ്. അന്ന് നെക്സ്റ്റ് കയറിയപ്പോ നൗറിന്റെ അവസ്ഥ ഭയങ്കര ഗുരുതരയുന്നത് ഇപ്പൊ നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവല്ലോ. ഞങ്ങൾ എവിടെ മിറർ കണ്ടാലും നമുക്കതൊരു ലഹരിയായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ബാഗ് തപ്പണം. തപ്പി 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 കിട്ടി കഴിയും. തപ്പേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മുബഷിറിന്റെ ബാഗ് കട്ട് വെക്കാം. പറ്റോ നോക്കട്ടാ, വിജയിക്കോ ഇല്ലയോ നോക്കാം. ഈ ഒരു ഏരിയൻ്റെ ഉള്ളിലേക്കാണ് ബാഗ് വെക്കുന്നത്. നോക്കാം. സംശയം തോന്നാതിരിക്കാൻ ഞാൻ എൻ്റെ ബാഗും പല ഭാഗത്ത് വെക്കട്ടെ. എന്നാലേ അവൾക്ക് സംശയം തോന്നാതിരിക്കുള്ളൂ. ഞാൻ എൻ്റെ ബാഗൊന്ന് ഊരി എവിടെയെങ്കിലും വെക്ക്. നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലായി. അവിടെ വെച്ച ഓളിനി വരട്ടെ. ഒരു സാധനം വാങ്ങിക്കണേ. ഇനി ഞങ്ങളുടെ ബാഗ് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ബാഗ് വെച്ച പൊസിഷനൊക്കെ മാറിയിട്ടുണ്ട്. ബാഗ് എവിടെ ഗൈസ്? എനിക്ക് എൻ്റെ ബാഗ് കിട്ടിയിട്ടില്ല. മുബഷിറിന്റെ ബാഗ് കിട്ടിയാ? എൻ്റെ കിട്ടിയാ? ആ മുബഷിറിന്റെ ബാഗ്. അതുപോലെ ബാഗ് അവിടെ ബ്ലാക്ക് കളറിന്റെ ബാഗ്. അതിലേതിലൊക്കെ ഗൈസ് നമ്മുടെ മുബഷിറിന്റെ ബാഗ് മിസ്സിംഗ് ആണ്. ആരെങ്കിലും മാറിക്കൊണ്ടായാവോ? ബ്ലാക്കാ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക്. മോമോസ് കഴിക്കാനുള്ള പൈസ പോയി എന്നൊക്കെ. ഗൈസ് ഇവിടെ ബാഗ് കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. ഗൈസ് അവസാനം ബാഗ് കിട്ടിയിട്ടാ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചതാ. പക്ഷെ അവിടെ വീഡിയോ ഓഫായി കിട്ടിയില്ല അവിടെ. ബഷീറ എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഗൈസ് അപ്പം നമ്മൾ മോമോസ് കഴിക്കാൻ പോവാണ്. ഇതിനിടക്ക് ബാഗിൻ്റെ ആ ഒരു പ്രാങ്ക് ഞാൻ നല്ല രീതിയിൽ ചെയ്ത് വരുന്നത്. അപ്പത്തിന് ഇവര് അവിടുത്തെ ആൾക്കാരോട് പോയി പറഞ്ഞ് ബാഗ് മിസ്സിംഗ് ആണെന്നൊക്കെ. അങ്ങനെ ഒരു കാരണം ഉണ്ടായപ്പോ നൗറ എന്ത് ചെയ്ത് ബാഗ് ഇട്ടുകൊടുത്തു. എനിക്ക് ആ സമയത്ത് എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ടോ. ഞാൻ അപ്പൊ ഇവിടെ ചെയ്യണത് നോക്കിക്കാ. ഞാൻ പൊട്ടത്തിയോടെ പോലെ. ഈ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? മോമോസ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. നീ കഴിച്ചിരുന്നു മുന്നേ? ഇവിടെ കഴിച്ചിരുന്നു. ഞാൻ എന്തായാലും ഫസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം.
അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏതൊക്കെ ഓർഡർ ചെയ്ത് സാധനങ്ങൾ കാണിച്ചു കൊടുക്കും. നമ്മൾ ഇവിടെ സ്റ്റീംഡ് മോമോ, പെരി പെരി, ചീസ് ബട്ടർ മോമോ, പിന്നെ ഫ്രൈ പോപ്സ്. ഗൈസ് അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും കഴിക്കുമ്പോൾ റിവ്യൂ പറയാം. ഉള്ളതുപോലെ പറയണം അല്ലേ? യെസ്. അപ്പോൾ നോക്കട്ടെ. അതെ കണ്ടനോറ ഒന്ന് ചിരിക്കുമോ? ഹലോ, സ്മൈൽ പ്ലീസ്. പറഞ്ഞാൽ മാത്രം ചിരിക്കോളൂ മതി. ചെന്ന് ചിരിക്കുമോ? അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ എത്താൻ തുടങ്ങി. ഇവിടെ അല്ലാട്ടോ ഞങ്ങൾ ഇരിക്കുന്നതിന് പിന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ ഒരു മിററിന്റെ സെറ്റപ്പ് ഉണ്ടല്ലോ, ഇതിനെന്താ പറയാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും വായിന്ന് വന്ന എന്താണെന്നറിയാം, നമുക്കും നമ്മളെ റൂമിലൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കണം എന്നൊക്കെ. എന്തായാലും ആ ഒരു വർക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഷോപ്പ് മോമോസ് കഴിക്കാൻ ഇന്ന് ശരിക്കും ഞങ്ങൾ ക്ലാസ്സിന് പോയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാനിങ്. അവിടുത്തെ മോമോസ് ഒക്കെ കുഴപ്പമില്ല, നല്ല രസം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ഇടുന്നവർക്ക് പിന്നെ ചോറിന് കഴിഞ്ഞാലും ചായ പിടിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും ലിപ്സ്റ്റിക് ഇടണം. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ദിവസം റാഹത്ത്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ, സീ യു.